സംസ്കൃതിയുടെ UGC നെറ്റ് ഇംഗ്ലീഷ് ലൈവ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ്സിനോടൊപ്പം ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കി എഫക്റ്റീവായി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം ഇന്ത്യൻ ലിറ്ററേച്ചർ ആണ്. നമുക്കറിയാം, ഇന്ത്യൻ ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇന്ത്യയിലുള്ള ഒരു ഭാഗം നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് എപ്പോഴാണ് ഇവിടെ എത്തിയത്, അതിനുശേഷം ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഭാഗം അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പോർഷൻ തുടങ്ങുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും എന്താണ് ഇംഗ്ലീഷ് ആളുകളുടെ വരവോട് കൂടിയാണ്. അപ്പോൾ ഒരുപാട് ഇത്തരത്തിൽ ഇന്ത്യൻ ലിറ്ററേച്ചർ പഠിക്കുന്നതിന് മുൻപ് നമ്മൾ കുറച്ച് മേജർ ആയിട്ടുള്ള ഇവന്റ്സ് നോക്കേണ്ടതുണ്ട്. അതിൽ ഒരു മേജർ ഇവന്റ് ആണ് 1498 വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള സീ റൂട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത്. നമുക്കറിയാം, വാസ്കോഡ ഗാമ ഒരു പോർച്ചുഗീസ് എക്സ്പ്ലോറർ ആണ്. ആൻഡ് ഇൻ ദ ഇയർ 1498 വാസ്കോഡ ഗാമ ഡിസ്കവേർഡ് സീ റൂട്ട് ടു ഇന്ത്യ. അവിടെ നിന്ന് ഏകദേശം 100ഓളം വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്കാണ് എന്ത് ചെയ്യുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 1600 31 ഡിസംബർ 1600 എന്ത് ചെയ്യുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ട്രേഡ് റിലേഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഇത്തരത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ മേജർ സിറ്റീസ്, ഇന്ത്യയിലുള്ള മേജർ എല്ലാ സിറ്റീസുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ട്രേഡ് റിലേഷൻ എന്ത് ചെയ്യാണ് ബിൽഡ് ചെയ്യാണ് ചെയ്യുന്നത്. കൽക്കത്ത, ബോംബെ, മദ്രാസ് പോലുള്ള അന്നത്തെ മേജർ സിറ്റീസിലൊക്കെ എന്ത് ചെയ്തു ട്രേഡ് റിലേഷൻ വർദ്ധിപ്പിക്കാൻ തുടങ്ങി. അതൊക്കെ എന്ത് ചെയ്തു 18th സെഞ്ചുറിക്ക് ആയി ആ ഒരു സമയത്തുമ്പോൾ എന്ത് ചെയ്തു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൂടി എന്ത് ചെയ്തു ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി. മിഷണറീസ് വരികയും മിഷണറീസിന്റെ മേജർ എയിം എന്ന് പറയുന്നത് എന്താണ് ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ എഡ്യൂക്കേഷനിലൂടെ ഇവര് ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യലും അങ്ങനെ എന്ത് ചെയ്തു ഒരുപാട് കാര്യങ്ങൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവോടുകൂടി സംഭവിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, എഡ്യൂക്കേഷൻ ഏകദേശം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ആയി, കുറെ ആളുകൾ അതിൽ എഡ്യൂക്കേറ്റഡ് ആവാൻ തുടങ്ങി. ആ ഒരു കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത് ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ തുടങ്ങുന്നത്, ബംഗാൾ ഗസറ്റ്. ബംഗാൾ ഗസറ്റ് നമുക്കറിയാം, ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രിന്റ് ചെയ്തൊരു ന്യൂസ് പേപ്പർ ആണ് ബംഗാൾ ഗസറ്റ് എന്ന് പറയുന്നത്. ഇത് അഗസ്റ്റസ് ഹിക്കി, ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ഒരു ഐറിഷ് സിറ്റിസൺ ആണ് കേട്ടോ. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത് ബംഗാൾ ഗസറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1780 എന്ത് ചെയ്യുന്നത് ഇത്തരത്തില് ബംഗാൾ ഗസറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കൊൽക്കത്തയിലാണ് ഇതൊരു ബംഗാൾ ഗസറ്റ് പബ്ലിഷ് ചെയ്തത്. ജനുവരി 29, 1780 അതാണ് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത്. അന്നാണ് ബംഗാൾ ഗസറ്റ് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബംഗാൾ ഗസറ്റ് അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് കൽക്കത്ത ജനറൽ അഡ്വൈസർ എന്നും കൂടെ അറിയപ്പെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലും ഏഷ്യയിലൊക്കെയുള്ള ഫസ്റ്റ് പ്രിന്റഡ് ന്യൂസ് പേപ്പർ ആണ് ബംഗാൾ ഗസറ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഇറ്റ് ഇസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ന്യൂസ് പേപ്പർ ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലുള്ള ഒരു ഫസ്റ്റ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ബംഗാൾ ഗസറ്റ് വരുന്നത്. അതോടൊപ്പം തന്നെ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു കാര്യമുണ്ട്, ഓഗസ്റ്റസ് ഹിക്കിന്റെ ഒരു സ്ലോഗൻ ഉണ്ട് ഫേമസ് ആയിട്ടുള്ളത്, ഇറ്റ് ഇസ് ഓപ്പൺ ടു ഓൾ പാർട്ടീസ് ബട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ നൺ. ബംഗാൾ ഗസറ്റ് എല്ലാ പാർട്ടീസിനും വേണ്ടി ഓപ്പൺ ആണ്, പക്ഷെ ഇത് ആ ഒരൊറ്റ പാർട്ടിന്റെയും ഇൻഫ്ലുവൻസിലേക്ക് എന്ത് ചെയ്യുന്നില്ല ബംഗാൾ ഗസറ്റ് എത്തുന്നില്ല. ഓപ്പൺ ടു ഓൾ പാർട്ടീസ് ബട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ നൺ. ഇതാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതാണ് ബംഗാൾ ഗസറ്റിനെ കുറിച്ച് ഓർമ്മിച്ച് വെക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ. 1794 ഒരു ഇന്ത്യൻ ഫസ്റ്റ് ആദ്യമായിട്ട് എഴുതുകയും പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പുസ്തകം വരുന്നത്. ഇറ്റ്സ് എ ഫസ്റ്റ് ബുക്ക് റിട്ടൺ ആൻഡ് പബ്ലിഷ്ഡ് ബൈ എൻ ഇന്ത്യൻ ഇൻ ഇംഗ്ലീഷ്. അതാണ് ട്രാവൽസ് ഓഫ് ഡീൻ മുഹമ്മദ്. 1794 എന്ത് ചെയ്യുന്നത് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഓട്ടോബയോഗ്രഫിക്കൽ ട്രാവൽ നെറേറ്റീവ് ആണ്. ഡീൻ മുഹമ്മദിന്റെ തന്നെ ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ് അത്തരത്തിലുള്ള ഒരു നെറേറ്റീവ് ആണ് ദ ട്രാവൽസ് ഓഫ് ഡീൻ മുഹമ്മദ്. ഇതിൽ അദ്ദേഹം ഒരുപാട് കാലം ബ്രിട്ടീഷ് ആർമിയിലൊക്കെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ എക്സ്പ്ലനേഷൻ, അതിന്റെ മെമ്മറീസ്, പിന്നെ മാത്രമല്ല ഇന്ത്യയിലുള്ള ഒരുപാട് സിറ്റീസിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ, മിലിറ്ററി ക്യാമ്പയിൻസിനെ പറ്റി, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഇന്ത്യയിലെ ആദ്യമായി ഒരാൾ എഴുതിയ പുസ്തകത്തില് ദ ട്രാവൽസ് ഓഫ് ഡീൻ മുഹമ്മദിൽ കാണാൻ പറ്റും. പിന്നീട് നമ്മൾ ഇന്ത്യൻ ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ ഒരുപാട് ആക്റ്റും കമ്മീഷനും കമ്മിറ്റീസ് ഒക്കെ പഠിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ചാർട്ടർ ആക്ട് ഓർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട്. 1813 എന്ത് ചെയ്തത് ചാർട്ടർ ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇത് ഫിനാൻഷ്യൽ കറന്റ് എന്നും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ചാർട്ടർ ആക്ട് അറിയപ്പെടുന്നുണ്ട്. ഇത് ചാർട്ടർ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യൻ ലിറ്ററേച്ചറിനെ റിവൈവ് ചെയ്യാൻ ഒരു ഫിനാൻഷ്യൽ ഗ്രാന്റ് കൊടുക്കുക, സയൻസിന് അഡ്വാൻസ്മെന്റിന് വേണ്ടിയിട്ട് കുറച്ച് എയ്ഡ് കൊടുക്കുക, അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ചാർട്ടർ ആക്ടിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ ചാർട്ടർ ആക്ട് ഭയങ്കര ഇമ്പോർട്ടന്റ്, കാരണം ഇതാണ് ബ്രിട്ടീഷ് റൂളേഴ്സ് ഇന്ത്യൻ ലിറ്ററേച്ചറിലേക്കും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള സയൻസിനൊക്കെ വേണ്ടിയിട്ടും ആദ്യമായിട്ട് എടുത്ത ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് ചാർട്ടർ ആക്ട് ആണ്.
സോ അടുത്തതാണ് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ്. അത് നമുക്കറിയാം ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു വാറിനെ വിളിക്കുന്നത് ബ്രിട്ടീഷേഴ്സ് ഇതിനെ വിളിക്കുന്നത് എന്താണ്, സിപ്പോയ് മ്യൂട്ടിനി എന്നാണ് വിളിക്കുന്നത് അല്ലെ. 1857 ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് നടക്കുന്നത്. ഇതിനുശേഷം ഈ വാറിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, റൂൾ ചെയ്യാൻ തുടങ്ങുകയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അണ്ടറിലല്ലാണ്ട് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റൂൾ എന്ത് ചെയ്യാണ് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് ശേഷം വരികയാണ് ചെയ്യുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ഒരു ഫസ്റ്റ് മേജർ റിബല്യൻ തന്നെയാണ് എന്ത്, ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ കുറച്ച് മേജർ ഇവന്റ്സ് പറഞ്ഞിട്ടുണ്ട്. 1498 വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള സീ റൂട്ട് ഡിസ്കവർ ചെയ്തു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 ഫോം ചെയ്തു. അഗസ്റ്റസ് ഹിക്കിയുടെ ബംഗാൾ ഗസറ്റ് 1780 പബ്ലിഷ് ചെയ്തു. ദ ട്രാവൽസ് ഓഫ് ഡീൻ മുഹമ്മദ് 1794 പബ്ലിഷ് ചെയ്ത വർക്കാണ്. And then Charter Act, which is implemented in the year 1830, and then the first war of India's independence 1857. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ നോക്കും. നമുക്കറിയാം ബ്രിട്ടീഷേഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എയിം എന്ന് പറയുന്നത് ഇന്ത്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യൻസിനെ സിവിലൈസ് ചെയ്യുക അല്ലെ. അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻസിനെ ഇവര് കൊളനൈസേഴ്സ് കാണുന്നത്. അപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, പ്രിന്റിംഗ് പ്രസ് വന്നു, മിഷണറി സ്കൂൾസ് വന്നു, ഗ്രാമേഴ്സ്, ഡിക്ഷണറി, പ്രൈവറ്റ് സ്കൂൾസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ആംഗ്ലിസിസ്റ്റിന്റെ ഒരു ബിലീഫ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ത്യൻ ഭാഷയിൽ ഇവിടെ ഒരുപാട് റീജിയണൽ ലാംഗ്വേജസ് ഉണ്ട് അല്ലെ. സാൻസ്കൃത് ഉണ്ട്, അറബിക് ഉണ്ട്, അതുപോലത്തെ ഒരുപാട് റീജിയണൽ ലാംഗ്വേജസ് ഉണ്ട് അല്ലെ. ഇവരൊന്നും ഇന്ത്യൻസിനെ ഇന്ത്യൻ ലാംഗ്വേജസിൽ നമ്മൾ കൂടുതലായിട്ട് ഒന്നും പഠിപ്പിക്കാനില്ല എന്നും, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മാത്രമാണ് നടത്തേണ്ടത് എന്നുമാണ് എന്ത് ചെയ്യുന്നത് ഇവര് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, നമ്മളെ ലോക്കൽ വെർണാക്കുലർ ലാംഗ്വേജസിന് എന്ത് ചെയ്യുന്നില്ല, എവിടെയും ഇവര് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. അതിനെ മാറ്റിക്കൊണ്ട് നമ്മൾ ട്രഡീഷണൽ എഡ്യൂക്കേഷനെ മാറ്റം വരുത്തിക്കൊണ്ട് എന്താണ് എല്ലായിടത്തും ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും പിന്നീട് ബ്രിട്ടീഷ് റൂളൊക്കെ എന്ത് ചെയ്യുന്നത് ശ്രമിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ചാർട്ടർ ആക്ട് ഓഫ് 1813 എന്താണെന്ന് നോക്കാം. ചാർട്ടർ ആക്ട് ഓഫ് 1813 ചാൾസ് ഗ്രാൻഡ് ആണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ ചാർട്ടർ ആക്ട് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ചാൾസ് ഗ്രാൻഡ് 1760 ഒരു ബ്രിട്ടീഷ് പൊളിറ്റീഷ്യൻ ആണ് കേട്ടോ. ചാൾസ് ഗ്രാൻഡ് 1764 ജനിക്കുന്നത്, 1823 മരിക്കുന്നത്. ഹി വാസ് ദെൻ ദ ചെയർമാൻ ഓഫ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ചാൾസ് ഗ്രാൻഡ് അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫാദർ ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ചാൾസ് ഗ്രാൻഡ് ഇസ് നോൺ ആസ് ദി ഫാദർ ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇതിനൊരു കാരണമുണ്ട്. ആ കാലഘട്ടത്തില് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഒരുപാട് ന്യൂനതകൾ ഉണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ എന്തുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലെ പ്രശ്നങ്ങളെ ആദ്യമായിട്ട് അഡ്രസ് ചെയ്ത ഒരാള് ചാൾസ് ഗ്രാൻഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഫാദർ ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്ന് ചാൾസ് ഗ്രാൻഡ് അറിയപ്പെടുന്നത്. ഈ ചാർട്ടർ ആക്ട് പ്രകാരം ഏകദേശം 1,00,000-ഓളം രൂപ എന്ത് ചെയ്യുന്നുണ്ട് ലിറ്ററേച്ചറിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സയന്റിഫിക് അഡ്വാൻസ്മെന്റിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യാൻ ഈ ആക്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ആക്ടിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇത്തരത്തില് ചാർട്ടർ ആക്ടിലൂടെയാണ്. Permitted Christian missionaries to propagate English and preach their religion in company's territory. കമ്പനിയുടെ ടെറിട്ടറി ഉള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാണ് ക്രിസ്ത്യൻ മിഷണറിക്ക് പൂർണ്ണ അനുവാദം കൊടുക്കുകയാണ്. ക്രിസ്ത്യൻ മിഷണറീസിന്റെ അവരുടെ റിലീജിയൻ പ്രീച്ച് ചെയ്യാനും അതിലൂടെ ഇംഗ്ലീഷിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ ഉള്ള പെർമിഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇന്ത്യൻ ലിറ്ററേച്ചറിനെ റിവൈവ് ചെയ്യാന്, സയൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ എയ്ഡും ഒക്കെ എന്ത് ചെയ്യും ഫിനാൻഷ്യൽ പ്രൊവിഷനും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ചാർട്ടർ ആക്ട് ഉറപ്പുവരുത്തുന്നുണ്ട്. മാത്രമല്ല അടുത്തൊരു 20 വർഷത്തേക്കും കൂടി എന്ത് ചെയ്യുന്നുണ്ട് കമ്പനീന്റെ റൂൾ അഡ്വാൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിന്റെ ചാർട്ടർ ആക്ട് ഓഫ് 1830 റെക്കമെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ് ദ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് ഓഫ് 1835. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, മാക്കലേസ് മിനിറ്റ്. ഇത് തോമസ് ബാബിങ്ടൺ മാക്കലെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇത് ആ കാലഘട്ടത്തില് 1835 ആ ഒരു പീരീഡില് ലോർഡ് ബെനഡിക്റ്റ് ആയിരുന്നു എന്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിട്ട് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിനാണ് എന്ത് ചെയ്യുന്നത് തോമസ് ബാബിങ്ടൺ മാക്കലെ ഈ ഒരു മിനിറ്റ് എന്ത് ചെയ്യുന്നത് സബ്മിറ്റ് ചെയ്യുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട 3 ഫീച്ചേഴ്സ് ആണ് ദ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് ഓഫ് 1835 ഉള്ളത്.
പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, അത് ഒന്ന് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്, രണ്ടാമത്തത് സ്കൂൾ കരിക്കുലവുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്, അടുത്തത് ഓറിയന്റൽ സ്കൂൾസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹയർ എഡ്യൂക്കേഷന് എന്ത് ചെയ്യാണ്, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആക്കണമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല സ്കൂൾ കരിക്കുലത്തിലേക്ക് എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കും കൂടെ എന്ത് ചെയ്യണം, ഇൻകോർപ്പറേറ്റ് ചെയ്ത് വെക്കണം. മാത്രമല്ല ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഓറിയന്റൽ സ്കൂൾസ് അല്ലെ, കൽക്കത്തയിൽ മദ്രസ, പിന്നെ ബനാറസിൽ സാൻസ്ക്രിത് കോളേജ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അത്തരത്തിലുള്ള പ്രൊമോഷൻ, ഇത്തരത്തിലുള്ള മദ്രസകളും സാൻസ്ക്രിത് എഡ്യൂക്കേഷനും ഒക്കെ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണമെന്നും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, തോമസ് ബാബിങ്ടൺ മാക്കലെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ട്രഡീഷണൽ എഡ്യൂക്കേഷന് കൊടുക്കുന്ന സപ്പോർട്ടുകൾ കുറയ്ക്കണമെന്നും ഫിനാൻഷ്യൽ എയ്ഡ് പ്രൊവൈഡ് ചെയ്യേണ്ടെന്നും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, തോമസ് ബാബിങ്ടൺ മാക്കലെ പറഞ്ഞു വെക്കുന്നുണ്ട്. എ സിംഗിൾ ഷെൽഫ് ഓഫ് എ ഗുഡ് യൂറോപ്യൻ ലൈബ്രറി വാസ് വർത്ത് ദ ഹോൾ നേറ്റീവ് ലിറ്ററേച്ചർ ഓഫ് ഇന്ത്യ ആൻഡ് അറേബ്യ. തോമസ് ബാബിങ്ടൺ മാക്കലിന്റെ ഒരു കോട്ടാണ് കേട്ടോ. ഇതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സാൻസ്കൃതും അറബിക്കിനേക്കാളൊക്കെ ഭയങ്കരമായിട്ട് എന്താണ്, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ അറിയുന്നതാണ് എന്തെന്ന് ഏറ്റവും വർത്ത് ആയിട്ടുള്ള കാര്യം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് എ സിംഗിൾ ഷെൽഫ് ഓഫ് എ ഗുഡ് യൂറോപ്യൻ ലൈബ്രറി വാസ് വർത്ത് ദ ഹോൾ നേറ്റീവ് ലിറ്ററേച്ചർ ഓഫ് ഇന്ത്യ ആൻഡ് അറേബ്യ. ഇതും മക്ലന്റെ ഒരു മിനിറ്റിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. വി മസ്റ്റ് അറ്റ് പ്രസന്റ് ഡു അവർ ബെസ്റ്റ് ടു ഫോം എ ക്ലാസ് who may be interpreters between us and the millions whom we govern. A class of persons Indian in blood and color, but English in taste, opinions, morals, and in intellect. To that class, we may leave it to refine the vernacular dialects of the country, to enrich those dialects with terms of science borrowed from the Western nomenclature, and to render them by degrees fit vehicles for conveying knowledge to a great mass of the population. ഇത് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. മാക്കലന്റെ ഒരു ഇന്റൻഷൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഹി നീഡ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ ഇന്ത്യൻ ഇൻ ബ്ലഡ് ആൻഡ് കളർ. ഇന്ത്യൻസ് ആയിരിക്കണം, ഇന്ത്യൻ നേറ്റീവ്സ് ആയിരിക്കണം, പക്ഷെ അവരുടെ ടേസ്റ്റ്, ഒപ്പീനിയൻസ്, മോറൽസ്, ഇന്റലക്ട് ഇതൊക്കെ എന്തായിരിക്കണം, ഇംഗ്ലീഷ് ആയിരിക്കണം. അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാവണം ഇവരുടെ പെർസ്പെക്റ്റീവ്സും ഐഡിയാസും തോട്ട്സ് ഒക്കെ അത്തരത്തിലാവണം, പക്ഷെ ഇന്ത്യൻ നേറ്റീവ്സ് ആയിരിക്കണം എന്നുള്ളതാണ് ബാബിങ്ടൺ മാക്കലെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ബാബിങ്ടൺ മാക്ലന്റെ മിനിറ്റിലുള്ള ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആശയമായിരുന്നു ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി. അതായത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആർക്കാണ്, ഹയർ ക്ലാസ്സിലുള്ള കുറച്ച് ആളുകൾക്ക് മാത്രം എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുകയും അത് എന്ത് ചെയ്യാണ്, മെല്ലെ ഫിൽട്ടർ ചെയ്തിട്ട് എന്ത് ചെയ്യും, സൊസൈറ്റിയിൽ നിന്ന് മെല്ലെ ഫിൽട്ടർ ചെയ്ത് അത് എന്ത് ചെയ്യും, ലോവർ ക്ലാസ് ആയിട്ടുള്ള ആളുകളിലും എത്തുമെന്നാണ് എന്ത് ചെയ്യുന്നത്, ബാബിങ്ടൺ മാക്കലെ വിശ്വസിച്ചിരുന്നത്. മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് ഓഫ് 1835 കൊണ്ട് വന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെസ്റ്റേൺ എഡ്യൂക്കേഷന് കൂടുതൽ എന്താണ് ഫണ്ട്, എയ്ഡ്, ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുകയാണ് ചെയ്യുന്നത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കാലഘട്ടത്തിൽ ഈസ്റ്റേൺ സബ്ജക്ട്സ് ഒക്കെ പഠിപ്പിച്ചിരുന്ന കോളേജുകളൊക്കെ ഷട്ട് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല കുറച്ച് ഇന്ത്യൻസിനെ, ഹൈ ക്ലാസ് എലൈറ്റ് ക്ലാസ്സിൽ നിൽക്കുന്ന കുറച്ച് ഇന്ത്യൻസിനെ സെലക്ട് ചെയ്യും. അവർക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത്തരത്തില് തോമസ് ബാബിങ്ടൺ മാക്കലന്റെ മിനിറ്റ്സിന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. അതില് ചില കാര്യങ്ങളാണ്, ഇത് ഇന്ത്യൻ കൾച്ചറിനെയും റിലീജിയനെയും എന്താണ് കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യുന്നത്, ഒപ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. അവിടെ വെസ്റ്റേൺ എഡ്യൂക്കേഷനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആളുകൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. നെഗ്ലക്ട് ഓഫ് ലോക്കൽ ലാംഗ്വേജ്, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സാൻസ്ക്രിത്, അറബിക്, പേർഷ്യൻ പോലത്തെ ഭാഷകളൊക്കെ, അങ്ങനത്തെ ഒരുപാട് ലോക്കൽ ഭാഷകളൊക്കെ നെഗ്ലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അബാൻഡൻഡ് മാസ് എഡ്യൂക്കേഷൻ, എല്ലാവർക്കും ഒന്നും എന്ത് ചെയ്യുന്നില്ല, എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. കുറച്ച് ആളുകൾക്ക്, ഹയർ ക്ലാസ്സിൽ നിൽക്കുന്ന കുറച്ച് ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഇഗ്നോർഡ് ആർഗ്യുമെന്റ്സ് ഫ്രം ഓറിയന്റലിസ്റ്റ്, ഓറിയന്റലിസ്റ്റിന്റെ ആർഗ്യുമെന്റ്സിന് എന്തുണ്ടായിരുന്നില്ല, ഓറിയന്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ആർഗ്യുമെന്റ്സിനൊന്നും എന്തില്ല, യാതൊരു കൺസിഡറേഷനും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഓറിയന്റലിസ്റ്റ് എന്താണ് പറയുന്നത്, ഇൻഡിജിനസ് എഡ്യൂക്കേഷൻ, ഇവിടെ നിൽക്കുന്ന കൺവെൻഷണൽ എഡ്യൂക്കേഷൻ തന്നെയാണ് തുടരേണ്ടത് എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഓറിയന്റലിസ്റ്റ് പറയുന്നത്. അതിനെ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്തു. ഇന്ത്യൻ കൾച്ചറും ഫിലോസഫിനെ നെഗ്ലക്ട് ചെയ്തു. മാത്രമല്ല ഈ ഇത്തരത്തില് മിനിറ്റ് പബ്ലിഷ് ചെയ്തതിനു ശേഷം ട്രഡീഷണൽ നോളജും കൾച്ചറൽ ഡൈവേഴ്സിറ്റിക്കൊക്കെ എന്തുണ്ട്, ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കോൺസിക്വൻസസും ഉണ്ടായി വരികയാണ് ചെയ്യുന്നത്. ഇതിലെ ഏറ്റവും വലിയ ഡ്രോബാക്കുകളിൽ തോമസ് ബാബിങ്ടൺ മാക്കലന്റെ മിനിറ്റിൽ അല്ലെങ്കിൽ ദ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് ഓഫ് 1835 ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഇത് ഓറിയന്റൽ ഓക്സിഡന്റൽ കോൺട്രവേഴ്സിനെ ഫ്യൂവൽ ചെയ്യുന്നുണ്ട് എന്നാണ്.
ഈ ഓറിയന്റൽ ഓക്സിഡന്റൽ കോൺട്രവേഴ്സി എന്താ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് അല്ലെ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഡിബേറ്റ് ആണ്. ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിന്റെ സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന രണ്ട് ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്. ഒരാളുകള്, അതായത് ഈ ഓറിയന്റലിസ്റ്റ് എന്താ പറയുന്നത്, ഇൻഡിജിനസ് എഡ്യൂക്കേഷൻ വേണം, അതിന്റെ മെറിറ്റ്സിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. ഓക്സിഡന്റൽസിന് എന്താണ്, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ വേണം, അതിന്റെ മെറിറ്റ്, അതുകൊണ്ട് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ്, അതൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇവർ തമ്മിൽ ഉണ്ടാകുന്ന ഒരു കോൺട്രവേഴ്സിയാണ് എന്തെന്ന് പറയുന്നത്, ഓക്സിഡന്റൽ ഓറിയന്റൽ കോൺട്രവേഴ്സി എന്ന് പറയുന്നത്. അത്തരത്തില് എന്ത് ചെയ്തു, ഈ മിനിറ്റ് കാരണം എന്ത് ചെയ്തു, ആ ഒരു ഓറിയന്റൽ ഓക്സിഡന്റൽ കോൺട്രവേഴ്സി എന്താണ്, ഫ്യൂവൽ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടെ ഇഗ്നൈറ്റ് ചെയ്യുക, അത് ഒന്ന് ഫ്യൂവൽ ചെയ്യാണ് എന്ത് ചെയ്യുന്നത്, ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലേ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? യെസ്, ഓക്കെ ഓക്കെ. അപ്പം ഒരുപാട് കമ്മീഷനും ഒരുപാട് ആക്ട്സും പ്രധാനപ്പെട്ട ചിലതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പറഞ്ഞു പോവും. ഒരുപാടുണ്ട് അല്ലെ. ലോർഡ് ഓക്ലൻഡ്സ് മിനിറ്റ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡയറക്ടേഴ്സ് ഡിസ്പാച്ച്. ഈ ലോർഡ് ഓക്ലാൻഡ് മിനിറ്റ് എന്ന് പറയുന്നത് ഓറിയന്റൽ ലാംഗ്വേജിന് ഇംഗ്ലീഷ് കോളേജിന്റെ ഇംപ്ലിമെന്റ് ചെയ്യാന് അതിനൊക്കെ വേണ്ടി ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്ത ഒരു മിനിറ്റ് ആണ് കേട്ടോ, ലോർഡ് ഓക്ലാൻഡ് മിനിറ്റ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡയറക്ടേഴ്സ് ഡിസ്പാച്ച്. ഇത് മാക്കലന്റെ മിനിറ്റും പിന്നെ ആ കാലഘട്ടത്തിൽ ജെയിംസ് മില്ലിന്റെ കുറച്ച് റെക്കമെൻഡേഷൻസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡയറക്ടേഴ്സ് ഡിസ്പാച്ച്. 1841 എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ചില ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡയറക്ടേഴ്സ് ഡിസ്പാച്ച് ഒക്കെ നടക്കുന്നത്. ഓക്കെ, നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ആക്ട് ഒക്കെയാണ്, ആക്ടും കമ്മീഷൻസും കമ്മിറ്റീസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വുഡ്സ് ഡിസ്പാച്ച് ഓഫ് 1854. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. എന്താണ്, മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്നാണ് എന്ത് ചെയ്യുന്നത്, വുഡ്സ് ഡിസ്പാച്ച് വുഡ്സ് ഡിസ്പാച്ചിന്റെ റെക്കമെൻഡേഷൻസ് അറിയപ്പെടുന്നത്. വുഡ്സ് ഡിസ്പാച്ച് ഓഫ് 1854. ഇത് ചാൾസ് വുഡ് ആണ് എന്ത് ചെയ്യുന്നത്, പ്രസന്റ് ചെയ്യുന്നത്. ചാൾസ് വുഡിന് ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. 1800 ചാൾസ് വുഡ് ജനിക്കുന്നത്. ആൻഡ് ഹി ഡൈഡ് ഇൻ ദ ഇയർ 1885. ഇതിൽ പ്രധാനപ്പെട്ട ഓർമ്മിച്ചേക്കേണ്ട ഒരു കാര്യം, വുഡ്സ് ഡിസ്പാച്ച് ഇസ് കോൾഡ് ആസ് ദി മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. As the president of the board of control, Wood took a major step in spreading education in India in 1854 when he sent a dispatch to Lord Dalhousie, the Governor General of India. ആ കാലഘട്ടത്തിൽ 1854 ഇന്ത്യയുടെ ഗവർണർ ജനറൽ ലോർഡ് ഡൽഹൌസി ആണ്. അപ്പം ലോർഡ് ഡൽഹൌസിക്ക് ഇദ്ദേഹം അയക്കുന്ന ഒരു ഡിസ്പാച്ച് ആണ് എന്ത് ചെയ്യുന്നത്, വുഡ്സ് ഡിസ്പാച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൽ ഒരുപാട് പ്രധാനപ്പെട്ട മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്ന് അറിയപ്പെടണമെങ്കിൽ ആ കാലഘട്ട എഡ്യൂക്കേഷനെ ഫേവർ ചെയ്യുന്ന, ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരുപാട് കാരണങ്ങൾ എന്തുണ്ടാവും, ഇത്തരത്തിൽ വുഡ്സ് ഡിസ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ടാവണം അല്ലെ. അതുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുക, മാഗ്ന കാർട്ട എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡെഫിനിഷൻ ഇതിന് അത്തരത്തിൽ വുഡ്സ് ഡിസ്പാച്ചിനെ അഡ്രസ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി സെറ്റ് ഇൻ എവറി പ്രൊവിൻസ്. എല്ലാ പ്രൊവിൻസിലും എന്തുണ്ടായിരിക്കണം, ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. പിന്നെ മാത്രമല്ല ആ കാലഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ അല്ലെ, അതുപോലത്തെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആ കാലഘട്ടത്തിലുള്ളത്. അപ്പം അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളെ മോഡലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സിറ്റീസ് ഏതൊക്കെയാ, ബോംബെ, കൽക്കത്ത, മദ്രാസ് ഒക്കെ അല്ലെ. ആ കാലഘട്ടത്തിൽ ഇവിടെ എന്ത് ചെയ്യണം, യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനെ പോലെ മാതൃകയാക്കിയിട്ട് യൂണിവേഴ്സിറ്റികൾ ഇവിടെയും ഓപ്പൺ ചെയ്യണം. പിന്നെ എല്ലാ ഡിസ്ട്രിക്റ്റിലും എന്ത് ചെയ്യണം, ഒരു ഗവൺമെന്റ് സ്കൂൾ ഉണ്ടായിരിക്കണം. പിന്നെ ആ കാലഘട്ടത്തിലെ പ്രൈവറ്റ് സ്കൂൾസ് ഉണ്ടല്ലോ, പ്രൈവറ്റ് സ്കൂൾസിന് അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ പ്രൈവറ്റ് സ്കൂളിനും എന്ത് ചെയ്യണം, എയ്ഡ് കൊടുത്തിട്ടുണ്ടാവണം, ഗ്രാന്റ് കൊടുത്തിട്ടുണ്ടാവണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ നേറ്റീവ്സിന് എന്ത് ചെയ്യണം, വെർനാക്കുലർ ലാംഗ്വേജസിലുള്ള ട്രെയിനിങ് കൊടുക്കണം എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വുഡ്സ് ഡിസ്പാച്ച് പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെന്താണ്, മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്നറിയപ്പെടാനുള്ള കാരണം എന്താണ്, ഇത് ആ കാലഘട്ടത്തിലെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. ഈ വുഡ്സ് ഡിസ്പാച്ച് കാരണം ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് നടക്കുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് എഡ്യൂക്കേഷണൽ ഫ്രീഡം, ആളുകൾക്ക് ഉള്ള ഒരുപാട് റൈറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ കിട്ടുന്നുണ്ട്. ഇതൊരു ലാൻഡ്മാർക്ക് ഡോക്യുമെന്റ് തന്നെയാണ്. ഒരു മോഡേൺ എഡ്യൂക്കേഷൻ, ഇന്ത്യയിലെ മോഡേൺ എഡ്യൂക്കേഷന്റെ ഒരു ലാൻഡ്മാർക്ക് ഡോക്യുമെന്റ് ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, വുഡ്സ് ഡിസ്പാച്ചിനെ കൺസിഡർ ചെയ്യുന്നത്. ഇതിനുശേഷം വുഡ്സ് ഡിസ്പാച്ചിന് ശേഷം എന്ത് ചെയ്തു, ആ കാലഘട്ടത്തിലെ ഗവൺമെന്റ് എഡ്യൂക്കേഷന്റെ മുകളിൽ കൂടുതൽ പൈസ ചെലവാക്കാൻ തുടങ്ങി. കൂടുതൽ സ്കൂൾസ്, കോളേജസ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ തുടങ്ങി.
പിന്നീട് പ്രൈമറി എഡ്യൂക്കേഷനും വിമൻസ് എഡ്യൂക്കേഷനും അതത്ര ഫോക്കസ് ചെയ്യാത്തൊരു കാലഘട്ടമായിരുന്നു വിമൻ എഡ്യൂക്കേഷനും പ്രൈമറി എഡ്യൂക്കേഷനൊക്കെ. അതിനും എന്ത് ചെയ്യാണ് ഒരുപാട് എന്ത് ചെയ്യാണ് കുറച്ചുകൂടെ ഫോക്കസ് ഒക്കെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടുണ്ടായ ചില കമ്മീഷന്റെയും ചില ആക്ട്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പറിൽ മാത്രം ഒതുങ്ങി നിന്ന കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇതുപോലത്തെ ഗുഡ്സ് ഡിസ്പാച്ച് പോലത്തെ ചില ആക്ട് കൊണ്ട് ഇതുപോലത്തെ ചില ഇംപ്ലിമെന്റേഷൻ വന്നതുകൊണ്ട് എന്തുണ്ട്, ചില വലിയ മാറ്റങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. ഗുഡ്സ് ഡിസ്പാച്ച് കൊണ്ട് എല്ലാ പ്രൊവിൻസിലും ഇതിന്റെ റെക്കമെൻഡേഷനിൽ പറഞ്ഞതുപോലെ എല്ലാ പ്രൊവിൻസിലും ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആ കാലഘട്ടത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഗുഡ്സ് ഡിസ്പാച്ചിന്റെ ഒരു ഔട്ട്കം തന്നെയാണ് ഇന്ത്യയിലുള്ള ഫസ്റ്റ് 3 യൂണിവേഴ്സിറ്റീസ് അല്ലെ, യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കത്ത, യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെ, യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് സർ ചാൾസ് വുഡ് ഡിസ്പാച്ചിന്റെ ഒരു ഔട്ട്കം ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് 1857 ഈ 3 യൂണിവേഴ്സിറ്റിയും എന്ത് ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അടുത്തതാണ് ഹണ്ടർ